വക്കീൽ, ഈ കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനീവ് ദൗർഭാഗ്യപരമായ ഒരു കേസിൽപ്പെട്ടു. മയക്കുമരുന്ന് ഉപയോഗം. അയാളുടെ കൈവശം മയക്കുമരുന്നുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അയാളെ പോലീസ് കേസിൽപ്പെടുത്തി. ആ സംഭവം ഇപ്പോൾ അയാളെ അതിനകത്ത് നിന്ന് എക്സോണറേറ്റ് ചെയ്യാൻ പോലീസ് തന്നെ മുതിരുന്നു എന്ന് പറഞ്ഞ് പുതിയ വാർത്തകൾ വരുന്നു. എന്താണ് ആ കേസിൻ്റെ പശ്ചാത്തലവും ആ സംഭവത്തിൻ്റെ നൈതികതയും? യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും യഥാർത്ഥ ദിശയിലല്ല അതിൻ്റെ കാഴ്ചക്കാരെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് യു പ്രതിഭ MLAയുടെ മകനെതിരെ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ഒരു പരിധിവരെ നമ്മൾ കേരളത്തിലെ മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കിയതും. യു പ്രതിഭയുടെ മകനെ 28-ാം തീയതി പകൽ 1 മണിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമൊക്കെ ഏതാണ്ട് 12 മണിക്കൂർ വൈകി മാത്രമാണ്. നമുക്കറിയാം, ഒരു നർക്കോട്ടിക് ഒഫൻസിൽ, പ്രത്യേകിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ, ലഹരി കേസിൽ ഒരു കസ്റ്റഡിയിലെടുക്കുന്ന അത് 9 പേരുണ്ട്, ചെറുപ്പക്കാരാണ്. ഇവരെ വൈദ്യപരിശോധന ഇല്ലാതെ ഇത്രയും നേരം കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ളത് എക്സൈസിൻ്റെ ഗുരുതരമായ പിഴവാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായ പിഴവാണ്. ഇപ്പം ഇവരുടെ രക്തപരിശോധന നടത്താൻ സമയത്ത് നടന്നില്ല എന്നിരിക്കട്ടെ. ഇപ്പം 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഈ രക്തത്തിലെ പലപ്പോഴും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒക്കെ ഫലം എളുപ്പമല്ല, കണ്ടെത്താൻ എളുപ്പമല്ല. പക്ഷേ അവരുടെ വിയർപ്പിൽ നിന്നും കണ്ടെത്താൻ പറ്റും, അവരുടെ മുടിയിൽ നിന്നും കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മൂത്രത്തിൽ നിന്നും കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകൾ കണ്ടെത്താൻ എക്സൈസിന് സാധിക്കുമെന്നിരിക്കുകയാണ് ഇത്രയും മണിക്കൂർ, 12 മണിക്കൂറോളം ഈ ചെറുപ്പക്കാരനെ, പ്രത്യേകിച്ച് ഈ MLAയുടെ മകനടക്കമുള്ള, ഇപ്പോൾ MLAയുടെ മകൻ എന്നുള്ള ഒരു പ്രിവിലേജ് അയാൾക്ക് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആരായിരുന്നാലും പ്രതിഭ MLA, യു പ്രതിഭ MLA ഒരു MLA ആണ് എന്നുള്ളത് കൊണ്ടോ അവർ CPM നേതാവാണെന്നുള്ളത് കൊണ്ടോ മാത്രം അവരുടെ മകൻ ഒരു നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. ഇപ്പോൾ ഒരു കേസിന് കേരളത്തിലെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് യു പ്രതിഭയുടെ മകനെ കഞ്ചാവുമായി പിടിച്ചു എന്നാണ്. നമ്മൾ ഈ കേസിനകത്ത് വളരെ വളരെ തൂഫാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്, ആ കേസിൽ വ്യക്തമായി കോടതിയുടെ വിധിയുണ്ട്. നർക്കോട്ടിക് ഒഫൻസുകളിൽ വൈദ്യപരിശോധന നടത്താതെ ഒരു കൂട്ടുപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന കേസ് ന്യായീകരിക്കത്തക്കതല്ല എന്നുള്ള വ്യക്തമായ വിധിന്യായങ്ങൾ, ഒരു വിധിയല്ല, നിരവധി വിധിന്യായങ്ങളുണ്ട്. ഒരു കൂട്ടുപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ എക്സൈസ് ഒരു NDPS കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വൈദ്യപരിശോധനയിൽ കൂടിയോ, അല്ലെങ്കിൽ അയാളുടെ മൂത്രപരിശോധനയിൽ കൂടിയോ, രക്തപരിശോധനയിൽ കൂടിയോ, അല്ലെങ്കിൽ വിയർപ്പിൻ്റെ പരിശോധനയിൽ കൂടിയൊക്കെ കണ്ടെത്താൻ നിരവധി മാർഗങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ സംശയങ്ങൾ. അപ്പോൾ അവിടെയാണ് അപ്പോൾ അവർ പ്രതികരിച്ചത് ഒരു പക്ഷേ ഈ യു പ്രതിഭ MLA പ്രതികരിച്ചത് ചിലപ്പം ഒരു പക്ഷേ ഒരു അമ്മ എന്നുള്ള ഒരു MLA എന്നുള്ള നിലയിൽ ആയിരിക്കില്ല. അത് സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും നമ്മളൊക്കെ ഇപ്പം പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നവരാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ പ്രതികരണം ചിലപ്പോൾ കുറച്ചുകൂടെ ഇമോഷണലായിപ്പോവും. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ പിഴവുണ്ട്. ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ യഥാർത്ഥത്തിൽ യു പ്രതിഭ MLAയുടെ മകനെ കേസിൽ പ്രോപ്പറായി ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല എന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം കൂടെ നടക്കുന്നത്. പക്ഷേ ആ കേസിൽ എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ച് ദിവസമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേസ് അട്ടിമറിക്കാൻ വേണ്ടി യു പ്രതിഭ MLAക്കെതിരെ എമ്മയുടെ മകനെതിരെ എടുത്ത കേസിലെ അന്വേഷണം നടത്തിയ, അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിച്ച, അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നു, അവരെപ്പറ്റി അന്വേഷിക്കുന്നു, അവരെ വിളിച്ചു വരുത്തുന്നു എന്നൊക്കെയുള്ള രീതിയിലാണിപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഗതി. ആ കേസിനകത്തിൽ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വൈദ്യപരിശോധന മുടങ്ങി, എന്തുകൊണ്ട് ഇതിനകത്ത് യഥാർത്ഥമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ള തട്ടിലേക്കാണ്. യു പ്രതിഭയ്ക്ക് അനുകൂലമായ ഒരു അന്വേഷണമല്ല നടക്കുന്നത്. ആ കേസിൽ എവിടെയാണ് പാളിച്ച, ആ കേസിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ ഇറഗുലാരിറ്റി എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പം എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം. അത് ആരുടെ അവലാതിയാണ്? ഇങ്ങനെ ഒരു കേസിലെ യഥാർത്ഥ കാര്യങ്ങൾ വിട്ടുപോവുകയും കേസിൻ്റെ പ്രൊസീജിയറൽ എററിനെ പറ്റിയുള്ള അന്വേഷണം നടത്തണം എന്നത് പ്രതിഭയുടെ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിയാക്കപ്പെട്ട
കനിവിൻ്റെ അമ്മ എന്നുള്ള നിലയിൽ പ്രതിഭയ്ക്ക് പരാതി കൊടുക്കാം. മാധ്യമങ്ങൾ ഒരു വേട്ടയാടിയ ഒരു വനിത ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അവർക്ക് പരാതി കൊടുക്കാം. ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംഘടനകളുണ്ടല്ലോ, തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ സംഘടനാ ബാഹുല്യമുള്ള സംസ്ഥാനമാണ്. പോലീസിന് പോലീസ് അസോസിയേഷൻ, ഓഫീസേഴ്സിന് പോലീസ് ഓഫീസർ അസോസിയേഷൻ, എക്സൈസ് ഓഫീസർ അസോസിയേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന് ഗവൺമെൻറ് ഉത്തരവിട്ടതിനെ ഒരു കുഴപ്പമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ കേസിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു 9ഓളം പേരടങ്ങുന്ന ഒരു ചെറുപ്പക്കാർ, ഒരു 18ഓ 19ഓ വയസ്സുള്ള കുറച്ച് ചെറുപ്പക്കാരെ ഒരു സ്ഥലത്ത് നിന്നും ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നു. അതും വളരെ വളരെ എന്താ പറയുക, മാത്രം ഉള്ള കഞ്ചാവ് മാത്രമുള്ള, അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ അത്രയും മാത്രമുള്ളൊരു കേസിൽ നിന്നും ഇത് MLAയുടെ മകനാണെന്നും ഈ MLAയുടെ മകൻ എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ ഈ കേസിന് ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യവും മാധ്യമ പ്രാധാന്യവും വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും ഈ കേസിന് ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യം വരികയില്ല. മാത്രമല്ല, ഇത് കായംകുളം MLA എന്ന നിലയിൽ അവർ അവിടെ ഗ്രൗണ്ടിൽ നേരിടുന്ന ഒരുപാട് റിയാലിറ്റീസ് ഉണ്ട്. പ്രതിഭ പാർട്ടി അവർ പ്രതിനിധാനം ചെയ്യുന്ന CPMൻ്റെ ഫുൾ സപ്പോർട്ടോടെ വീണ്ടും സ്ഥാനാർത്ഥിയായ ആളല്ല. ആ സീറ്റിൽ അഭിലഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ആ കേസിനകത്ത് ഏറ്റവും എടുത്തു പറയത്തക്ക വസ്തുത അവിടുത്തെ ഷാപ്പ് ലേലവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ബിനാമി ഷാപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെയാണ്, ജയരാജ് ഉദ്യോഗസ്ഥനെയാണ് അവിടുത്തെ സ്ഥലം മാറ്റിയത്. അപ്പോൾ അതുപോലും പ്രതിഭ MLAയുടെ മകനെതിരെ കേസെടുത്തതിൻ്റെ പ്രതികാര നടപടി എന്നുള്ള തലത്തിൽ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അത് പലപ്പോഴും പറയാതിരിക്കാൻ സാധ്യമല്ല. അത് കേരളത്തിലെ അക്കാര്യത്തിൽ കുറച്ചുകൂടി സത്യസന്ധതയും കുറച്ചുകൂടി ന്യായവും കാണിക്കുന്നത് കേരളത്തിലെ ഓൺലൈൻ മീഡിയയാണ്. പലപ്പോഴും ABC അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ പലപ്പോഴും കുറച്ചുകൂടി അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യുകയും അതിൻ്റെ യഥാർത്ഥമായ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. പലപ്പോഴും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, മനോരമയടക്കം, മാതൃഭൂമി അടക്കം, റിപ്പോർട്ടർ അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സദാചാരവാദികളെന്ന് പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പലപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയും യഥാർത്ഥത്തിൽ ആടിനെ പട്ടിയാക്കുകയും, അങ്ങനെ ആടിനെ പട്ടിയാക്കിക്കോട്ടെ, പക്ഷേ ആ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രതിഭ MLA ന്യായീകരിക്കുകയോ അല്ലെ പ്രതിഭ MLAയുടെ ഇപ്പോൾ കേരളത്തിലെ അതിനകത്ത് അതിൻ്റെ ആദ്യത്തെ ദിവസത്തെ റിപ്പോർട്ടിൽ തന്നെ ഒരു വൈകല്യം നമ്മൾ നോട്ട് ചെയ്തു. 9 യുവാക്കളെ അറസ്റ്റ് ചെയ്ത ഒരു കേസിൽ പ്രതിഭ MLAയുടെ മകനും മറ്റുള്ളവരും പിടിയിലായി എന്നാണ് പറയുന്നത്. സാറേ, ഒരു കാര്യമുള്ളത് ഇതിനകത്ത് ആ കുട്ടിക്ക് ലഭിക്കേണ്ട നീതി അല്ല, ഇത് ഈ കാലാകാലങ്ങളായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും NDPS കേസ് എടുക്കുന്നതിനെ സംബന്ധിച്ചും ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനെ സംബന്ധിച്ചും ഒരു പ്രതിയെ എത്ര മണിക്കൂറിനും വൈദ്യപരിശോധന നടത്തണം എന്നുള്ളതിനെ പറ്റിയും ഒരു കേസിൽ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിയെ അല്ലെ പ്രതിയാക്കപ്പെട്ട ആളിനെ എത്ര അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിനെ പറ്റിയൊക്കെ കാലാകാലങ്ങളായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൽപ്പിച്ചു വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വിധിന്യായങ്ങളിലെ ആ വിധിന്യായങ്ങളുടെ നഗ്നമായ ലംഘനമല്ലേ. ഇപ്പോൾ തൂഫാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്നുള്ള കേസിൽ വളരെ വ്യക്തമായി അത് വളരെ സിമിലറായിട്ടുള്ള കേസാണ്. ഈ പ്രതിഭ MLAയുടെ മകനുമായി ബന്ധപ്പെട്ട് വളരെ സിമിലറായിട്ടുള്ള കേസാണ്. അത്തരത്തിലുള്ള കേസുകൾ കാലാകാലങ്ങളായി കോടതികൾ പറഞ്ഞിട്ടും പലപ്പോഴും ഈ കേസിനകത്തിൽ അല്ലെങ്കിൽ ഈ കേസ് പോലുള്ള സമാനമായ കേസുകൾക്കകത്തിൽ പലപ്പോഴും എക്സൈസും പോലീസും കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ഇതിനെ പലപ്പോഴും മാധ്യമങ്ങൾ ഇതിനെ വെള്ളപൂശുകയും ചെയ്യും. യഥാർത്ഥമായ വസ്തുതകളിൽ നിന്ന് മാധ്യമങ്ങൾ പലപ്പോഴും ഇതിനെ ദിശ മാറ്റി ഇതിനെ വക്രീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. കേസ് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ കുറ്റമാണ് നമ്മൾ പറഞ്ഞത്. എറണാകുളത്തെ വക്കീലന്മാർക്കും മാധ്യമങ്ങളോടുള്ള ചൊടിപ്പ് എനിക്ക് മനസ്സിലാവും. അല്ല, നമ്മൾ പലപ്പോഴും ഈ അഭിഭാഷക സമൂഹം ഒരുപക്ഷെ വാർത്തകളുടെ അസഹിഷ്ണുത കാണിക്കുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ വാർത്തകളുടെ അസഹിഷ്ണുത കാണിക്കേണ്ടതോ അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു കേസിലെടുക്കുമ്പോൾ ആ കേസിലെടുക്കേണ്ട യഥാവിധിയായിട്ടുള്ള കേസാണോ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത് പ്രതിഭ MLA ആയിക്കോട്ടെ, അത് BJPയുടെയോ CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ലെ CPI MLAയുടെയോ നേതാക്കന്മാരുടെ മക്കളാണെങ്കിൽ പോലും ഈ സത്യസന്ധമായിരിക്കണം. കേസിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കേസിനകത്തിൽ നർക്കോട്ടിക് കേസിനകത്ത് ഒരുപാട് തരത്തിൽ ഈ ശാസ്ത്രീയ പരിശോധനയിൽ കൂടി ഇത് കണ്ടെത്താൻ പറ്റും. ഈ ലഹരി ഉപയോഗം കണ്ടെത്താൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിൽ അടുത്ത സമയത്തായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 59 ദിവസമായി 59-60 ദിവസമായി 2025 തുടങ്ങിയിട്ട്
2025 തുടങ്ങി 59-60 ദിവസം പിന്നിട്ടപ്പോൾ കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളിൽ ഏതാണ്ട് 31ഓളം കൊലപാതകങ്ങൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ലഹരിക്ക് അടിമപ്പെട്ടവർ നടത്തിയ കൊലപാതകങ്ങളാണെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ ഒരു വർഷം പിന്നിട്ട് 60 ദിവസം പിന്നിടുമ്പോഴേക്കും 31ഓളം കൊലപാതകങ്ങൾ ലഹരി ഉപയോഗത്തിൽ കൂടി ഉള്ള പ്രതികളുടെ നടത്തിയ കൊലപാതകങ്ങളാണെന്നുള്ള കണ്ടെത്തൽ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇത്തരം കേസുകളുടെ പുറകെ പോകാതെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ലഹരിയുടെ സ്രോതസ് എവിടുന്നാണ് ഈ MDMA-യും കഞ്ചാവും മറ്റും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത്? ഇതായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പലപ്പോഴും എക്സൈസും അതായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഉയർന്ന നിലവാരത്തിൽപ്പെട്ട ഒരു MLA അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയ നേതാവിൻ്റെയോ മകനോ മകളോ അല്ലെങ്കിൽ ഒരു സമ്പന്നൻ്റെ ന്യൂസ് പോയിന്റ് എന്ന നിലയിൽ സെൻസേഷണലൈസ് ചെയ്യുന്നു. അതാണ് യാഥാർത്ഥ്യം. ഇത് പിന്നെ മാറ്റി ചിന്തിക്കേണ്ട കാലമായി. ഒരുപക്ഷെ ഇത് ഓൺലൈൻ മാധ്യമങ്ങളെങ്കിലും ഇതിൽ നിന്ന് വേറിട്ട വഴി കാണിക്കണം. തീർച്ചയായിട്ടും.